ഇന്ന് മുളച്ചു വരുന്ന തകരയും രാഷ്ട്രീയ ചാണക്യൻ എന്ന് പറയുന്ന ലേബലിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത് മോദിയുടെയും അമിത്ഷായുടെയും കാര്യമാണ്. ഇതിൽ രാഷ്ട്രീയ ചാണക്യൻ എന്ന് പറയുന്ന ക്യാപ്ഷൻ അത് അമിത്ഷായ്ക്ക് മാത്രമുള്ളതാണോ അതോ മോദിക്ക് കൂടിയുള്ളതാണോ? അമിത്ഷയ്ക്കാണത് പറയുന്നത് സാധാരണ. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമിത്ഷാ ഗുജറാത്തിൽ നിന്ന് പോയിരുന്നു. ആ സമയത്ത് BJP നാഷണൽ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവന്നു, മോഡി പ്രധാനമന്ത്രിയായ സമയത്ത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് അസൈൻമെൻറ്റ് UP ആയിരുന്നു, UP അസംബ്ലി തിരഞ്ഞെടുപ്പ്. ആ സമയത്ത് അദ്ദേഹത്തിന് ഫുൾ ഫ്രീഡം കൊടുത്തു കഴിഞ്ഞപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ നടത്തി. അദ്ദേഹത്തിന് UP ശരിക്കും പരിചയമില്ല. അദ്ദേഹം ഗുജറാത്തിനപ്പുറമുള്ള രാഷ്ട്രീയം അത്തിരണ്ടായിട്ടുള്ള ആളല്ല. പണ്ട് മുതൽ തന്നെ സംഘശാഖയിൽ ഭാരത സ്വയംസേനായിട്ട് പോകുന്നു, പിന്നെ തരണ സ്വയംസേനാവുന്നു, അത് കഴിഞ്ഞ് കോളേജിൽ സ്കൂളിലൊക്കെ BP കാരനാവുന്നു, പിന്നെ BJP കാരനാവുന്നു, അങ്ങനെയൊക്കെയാണ്. അല്ലാതെ ഗുജറാത്ത് സംസ്ഥാനത്തിന് പുറത്ത് എക്സ്പോഷറുള്ള ആളല്ല. പക്ഷേ അപ്പോൾ UP അദ്ദേഹം ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ ലിസ്റ്റിൽ അന്ന് ആ കാലത്ത് പത്രങ്ങളിലൊക്കെ ന്യൂസായിരുന്നു, ഒറ്റ മുസ്ലിം സ്ഥാനാർത്ഥി ഉണ്ടായില്ല BJPക്ക്. അത് BJP ലീഡർഷിപ്പിന് പോലും അത് UP സർപ്രൈസ് ഉണ്ടാക്കി. ഞാൻ കേട്ടൊരു കഥയാണ് അത്. ഈ പിന്നാമ്പുറങ്ങളിൽ കേൾക്കുന്നു എന്നൊക്കെ പറയില്ലേ, ലോബി ഇതൊക്കെ. അതിൽ കേട്ടൊരു കഥ എന്താണെന്ന് വെച്ചാൽ, മോഡി തന്നെ ചോദിച്ചത് അതെന്താ ഇങ്ങനെയെന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞു, ജയിക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ ഏൽപ്പിച്ചു ആ സ്ഥലം, ഞാൻ എൻ്റേതായ രീതിയിൽ ചെയ്തു. ഇനി അത് ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഞാൻ മാറി തരാം, നിങ്ങൾ മറ്റൊരാളെ കൊണ്ട് ചെയ്യിച്ചോളൂ, എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ എൻ്റെ രീതിയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും, എനിക്ക് ഫുൾ ഫ്രീഡം തന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞു. അത്ഭുതങ്ങൾ സംഭവിച്ചില്ല. റിസൾട്ട് ഭീകരമായ ഭൂരിപക്ഷത്തിൽ യോഗി പവറിൽ വന്നില്ലേ. മുസ്ലിം ഭൂരിപക്ഷ സ്ഥലങ്ങളിൽ നിന്നും BJPയുടെ ഹിന്ദു സ്ഥാനാർത്ഥികൾ ജയിക്കുന്നു. അപ്പം അതിനൊക്കെയാണ് രാഷ്ട്രീയ പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഈ ആരെയും പറയാം എന്നുള്ള രീതിയിലേക്ക് ഈ സാധനങ്ങൾ കൊണ്ടുപോകും. ഇപ്പോൾ നമ്മൾ പറയണ്ട്, ഇപ്പോൾ ഞാനിപ്പോൾ ഇത്തിരി ഭേദപ്പെട്ട പാട്ടുകാരനാണെന്ന് ഇരിക്കട്ടെ, അല്ല ഞാൻ പറയാം. അപ്പോൾ ഒരു പാട്ടുകാരനാണെങ്കിൽ എനിക്കൊരു 5-10 ഫിലിമിൽ പാടാൻ കിട്ടി. പിന്നെ എന്നെ ഗാനമേളയ്ക്ക് വിളിക്കുമല്ലോ, ഉത്സവത്തിലും അവരുടെയൊക്കെ കുറേ ഗാനമേളയിലും പാടി. അത് കഴിഞ്ഞ് പിന്നെ എനിക്കിപ്പോൾ അടുത്ത സ്ഥലം ഗൾഫോ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റാണ്, ബോംബെ, മലയാളികളുള്ള സ്ഥലത്ത്. അപ്പോൾ ഗൾഫിൽ നോട്ടീസ് അടിക്കുമ്പോൾ ഗാനഗന്ധർവൻ T സതീശൻ എന്ന് പറഞ്ഞടിക്കും. ശരിയാണ് സാർ, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ആളെ അപമാനിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ഒരു ഗായകൻ, മോശമില്ലാത്ത ഗായകനായിട്ട്, ആൾ മോശക്കാരനൊന്നുമല്ല, നല്ല ഗായകനാണ്. അദ്ദേഹത്തിനെ ഗാനഗന്ധർവൻ എന്നും പറഞ്ഞ് ഗൾഫിൽ നോട്ടീസ് അടിച്ചു. അപ്പോൾ ഞാൻ ഈ നോട്ടീസ് കാണാനിട വന്നു. അപ്പോൾ അതിൻ്റെ സംഘാടകരെ എനിക്കറിയാമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തെങ്ങനെയാണ് ഇരിക്കട്ടെ എന്ന്, നമുക്കതിന് ടിക്കറ്റ് ചിലവാകണ്ടേ, നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഗാനഗന്ധർവൻ ഒരാളേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ശരി, പക്ഷെ നമുക്ക് തൽക്കാലം ടിക്കറ്റ് ചിലവാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു രീതിയുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് UPയിലാണ്. UPയിലെ ആ അമിത്ഷായുടെ ഒരു നീക്കമുണ്ടല്ലോ, അതിസാഹസികമായിട്ടുള്ളൊരു നീക്കമായിരുന്നു. ഇവിടെ നമ്മൾ കണ്ടുവരുന്നത് പല രാഷ്ട്രീയ ചാണക്യന്മാർ എന്ന് സ്വയം പറയപ്പെടുന്നവരും പറയുന്നത് പല സമുദായ സംഘടനകളെയും അവരുടെ ഇഷ്ടത്തിനും ഒക്കെ ആ കാൻഡിഡേറ്റ്സിനെ നിർത്തി വിജയം നേടുന്നതാണ്. എന്നാൽ നേരെ ഓപ്പോസിറ്റ് ഒരു കാര്യം ചെയ്തുകൊണ്ട് അത് വിജയിക്കും എന്ന് പറയാനും, ഇല്ലെങ്കിൽ നിങ്ങൾ ഈ തന്ത്രം മാറ്റിക്കോളൂ എന്ന് പറയാനും ചെയ്തുള്ള ഒരു ആർജവം, അതല്ലേ ശരിക്കും തന്ത്രജ്ഞൻ എന്ന് പറയും? ശരിക്ക് ഒരു ചാണക്യതന്ത്രം എന്ന് പറഞ്ഞാൽ അതിന് ഇംഗ്ലീഷിൽ പറഞ്ഞ ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് ദ ഓഡ്സ്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങൾക്കെതിരെ ഫൈറ്റ് ചെയ്തിട്ട് ജയിക്കുന്ന ആളാണ് ചാണക്യതന്ത്രജ്ഞൻ എന്ന് പറയാവുന്ന ആൾ. ഇപ്പോൾ ഫജിത പറഞ്ഞ പോലെ കുറച്ച് ജാതി സംഘടനകളെയും സമുദായ സംഘടനകളെയും കൂട്ടിപ്പിടിച്ചു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തൽക്കാലം ഗുണം കിട്ടുന്ന ഒരു ഘടകകക്ഷിനെ തൽക്കാലം കൂട്ടി എന്തെങ്കിലുമൊക്കെ തരാമെന്നും പറഞ്ഞ് കൂട്ടി. അതൊന്നും സ്ഥായിയായ കാര്യങ്ങളല്ലല്ലോ. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നോക്കൂ. മഹാരാഷ്ട്രയിൽ ആദ്യം ദേവേന്ദ്ര ഫഡ്നാവിസ് പവറിൽ വന്നിട്ടുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് അദ്ദേഹത്തിന് തോന്നി ഇത് ഒറ്റയ്ക്ക് ഞങ്ങൾ BJPക്ക് ജയിക്കാം എന്ന് തോന്നി.
അപ്പോൾ ആ സമയത്ത് തന്നെ മോദിജിയും അമിത്ഷാ, രാജ്നാഥ് സിംഗൊക്കെ പറഞ്ഞു, ഇത് നമ്മൾ അത്രയ്ക്ക് ഞങ്ങൾ കടന്ന് ചിന്തിക്കണോ, ശിവസേന കൂടെ നിൽക്കുക, ഞങ്ങൾ ഒരുമിച്ച് പോയിക്കോ, ഈ ഒക്കെ ശരിയാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഏതായാലും ചെറുപ്പക്കാരനാണ്, അവർ ചെന്നാൽ പുള്ളി ഒന്ന് പഠിക്കട്ടെ, ഒന്ന് കൈകൊള്ളുമ്പോൾ പഠിക്കുമല്ലോ. അപ്പോൾ ആ പ്രാവശ്യം ഉണ്ടായത് എന്താ, ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം കിട്ടിയില്ല. അപ്പോൾ അത് ജനങ്ങളുടെ ഒരു പൾസ് അറിയുന്നുണ്ടെന്ന്. ജനങ്ങളുടെ പൾസ് അറിയണം, സമുദായങ്ങളുടെ പൾസ്. നമ്മുടെ ഭാരതം എന്ന് പറഞ്ഞാൽ സമുദായങ്ങളുടെ അതിപ്രസരമുള്ള സ്ഥലമാണ്. സമുദായങ്ങളുടെ ചിന്താധാരകൾ ഒക്കെ വ്യത്യാസം. ഇപ്പോൾ കേരളത്തിലെ ഇതിൽ പറയുകയാണെങ്കിൽ നായർ കമ്മ്യൂണിറ്റിയിൽ പെട്ടവരെല്ലാവരും കോൺഗ്രസ് എന്ന് ചിന്തിക്കുക, ഈഴവ കമ്മ്യൂണിറ്റിയുള്ളവർ പലരും CPM ചിന്തിക്കുക, അങ്ങനെ ഒരു ജനറൽ ഇതാണ്. ജനറലായിട്ട് ഇങ്ങനെ ഒരു അസംഷൻ ഉണ്ട്. ഇതുപോലെ ഓരോ സ്ഥലത്തും ഉണ്ടാവും ഇതേപോലെ. അത് ശരിക്കും പഠിക്കണം ആ സ്ഥലത്തെ. ഈ നിരീക്ഷകനായിട്ട് ഇപ്പോൾ 2 പേര് സഞ്ജയ്ക്കായിട്ട് വന്നില്ലേ മുഖ്യമന്ത്രി നിശ്ചയിക്കാൻ, അങ്ങനെ വന്നവർക്കൊന്നും അത് സാധിക്കില്ല. അപ്പോഴാണ് ആ ആൾക്ക് ഈ കടലാസ് മറച്ചു വെക്കണമെന്നും കൂടി ഓർമ്മ ഉണ്ടായില്ല. കടലാസ് ഇങ്ങനെ എല്ലാവരും കാണാൻ പറ്റും. അദ്ദേഹത്തിന് ഒരു ബാഗ് മേടിച്ചു കൊടുത്തില്ലല്ലോ ഈ നമ്മുടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി. ഒരു പേപ്പറൊക്കെ സൂക്ഷിക്കാൻ ഒരു ബാഗ് വേണ്ടേ? ഇല്ല, ബാഗില്ല എൻ്റെ കയ്യിൽ. എന്നാൽ ശരി, ഒരു ബാഗ്, കരോൾ ബാഗ് മാർക്കറ്റിൽ നിന്ന് പോകണം, ഒരു ബാഗ് മേടിച്ചിട്ട് എയർപോർട്ടിൽ പോയാൽ മതി എന്ന് പറയണ്ടേ? ഇപ്പം നമ്മൾ നടക്കാറുള്ള ഇത്തരം പേപ്പറുകൾ, ഞാൻ അതിനെ ഈ ബാഗ് കൊണ്ട് നടക്കണേ. അപ്പോൾ നമ്മുടെ അടുത്തിൻ്റെ പേപ്പറൊന്നും ആരും കാണണമെന്ന് നമുക്ക് ആഗ്രഹമില്ല. നമ്മുടെ അടുത്ത് അങ്ങനത്തെ രഹസ്യങ്ങളൊന്നുമില്ല, അതുവാ ഞാൻ പറയാം. അപ്പോൾ ഇവർ യഥാർത്ഥമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്തെ ഗ്രൗണ്ട് സീറോ, ഗ്രാസ് റൂട്ട് ലെവലിൽ എന്ത് സംഭവിക്കണമെന്ന് അറിയുന്ന ആളായിരിക്കണം. അവിടെയാണ് അമിത്ഷായുടെയൊക്കെ സക്സസ്. അതാണ് ഇപ്പോൾ ബംഗാളിൽ അമിത്ഷാ കുറേ നാളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവർക്ക് ദീദിക്ക് നല്ല പിന്തുണയൊക്കെ ഉണ്ട് അവിടെ, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പേടിച്ചിട്ടാവാം, പിന്തുണയുണ്ട്. അപ്പോൾ ഇതിനെ മറികടക്കണമെങ്കിൽ അദ്ദേഹം ആലോചിച്ചപ്പോൾ ഇവരുടെ അടുത്തുനിന്ന് അസംതൃപ്തനായിട്ട് നിൽക്കുന്ന സുവേന്ദുവിനെ എങ്ങനെ കണ്ടുപിടിക്കുകയാണ്. സുവേന്ദു ഇവരെ ഏറ്റവും വിശ്വസ്തനായ ആളായിരുന്നു. സുവേന്ദുവിനെ കണ്ടുപിടിച്ചു, BJPയിൽ കൊണ്ടുവന്നു, പ്രൊജക്റ്റ് ചെയ്തു, ഭാവി മുഖ്യമന്ത്രി ആകാൻ പറ്റിയ ആളെന്നതിൽ പ്രൊജക്റ്റ് ചെയ്തു. എന്നിട്ട് ആ നിലയ്ക്ക് പാർട്ടി പ്രവർത്തനം അവിടെ തുടങ്ങി. അപ്പോൾ സംഘർഷം ഉണ്ടായ സ്ഥലങ്ങളിൽ സംഘർഷം ഉണ്ടായാലും അതിനത് ജീവിച്ച് പോവുക. ഇദ്ദേഹം തന്നെ പലതവണ സംഘർഷ മേഖലയിൽ നേരിട്ട് പോകുന്ന ആളാണല്ലോ. അങ്ങനെ പേടിയുള്ള ആളൊന്നുമല്ല. പോലീസ് സാറ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നം, അന്നാ ഞാൻ പോയി കളയാം എന്ന് പറയുന്ന ആളാണ്. അങ്ങനെ പേടിയൊന്നുമില്ല. അപ്പം അങ്ങനെ നടന്നിട്ട് പടിപടിയായിട്ട് ബംഗാളിൻ്റെ പൾസ് മുഴുവൻ മനസ്സിലാക്കിയിട്ട് ഒരു മാസ്റ്റർ സ്ട്രോക്ക് അവസാനം ചെയ്യുന്നു, ജയിക്കുന്നു. ഇതുപോലെ തന്നെ ഇതിപ്പോൾ ബംഗാളിൻ്റെ മാത്രമല്ല, ഇപ്പോൾ പ്രധാനപ്പെട്ട, അതായത് ഭൂരിഭാഗവും BJP അല്ലെങ്കിൽ BJP അലയൻസ് ഭരിക്കുകയാണ്. മാപ്പെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെ കാണാം. അങ്ങനെ തന്നെയാണ്. കാവ്യ പുതച്ചിരിക്കുന്നു ഇന്ത്യ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അമിത്ഷാജിക്ക് ഏതാണ്ട് 62 വയസ്സ് കാണണം. മോദിക്ക് ഒക്ടോബർ 62 ഇപ്പോഴും ആയിട്ടില്ല. മോദിക്ക് ഒക്ടോബർ സെപ്റ്റംബർ വരുമ്പോൾ 76 വയസ്സാവും. അപ്പോൾ ഈ ഒരു ഇതിൽ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നതാണ് ഒരുപക്ഷെ രണ്ടുപേരും കൂടെ എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കും. എങ്ങനെ ഈ ഒരു കോമ്പിനേഷൻ വന്നങ്ങനെ സെറ്റ് ആവണമല്ലോ? അത് സെറ്റാകുന്ന എങ്ങനെ സിങ്ക് ചെയ്യാന്ന് പറയുക. അതിന് സിങ്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഗുജറാത്ത് മുതൽ ഇവർ അടുത്തറിയാം. നരേന്ദ്രമോദി അസാമാന്യ സംഘാടകനാണല്ലോ. അതെ, നരേന്ദ്രമോദി ABVP സംഘപ്രചാരകനായിരുന്നു. പിന്നെ ABVPയുടെ സ്റ്റേറ്റ് സംഘടനാ കാര്യദർശിയായി. അതിനുശേഷമാണ് BJPയുടെ സ്റ്റേറ്റ് സംഘടനാ കാര്യദർശി. അപ്പോൾ അന്ന് ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ചെറിയ അമിത്ഷാ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ബൂത്ത് പ്രസിഡന്റായിട്ടാണ് തുടങ്ങിയെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോഡിജി ആ സമയത്ത് സംഘടനാ പ്രവർത്തനം ചെയ്യുമ്പോൾ ഈ ചെറിയ ചെറിയ ആളുകൾ പോലും ശ്രദ്ധിക്കുന്നുണ്ടാവും. അതാണ് യഥാർത്ഥ ഒരു സംഘാടകൻ്റെ വിജയം കിടക്കുന്ന അവിടെയാണ്. ഏറ്റവും താഴേക്കിടയിലുള്ള ആളെ മുതൽ എല്ലാവരും പഠിക്കുക, അവർക്ക് എന്ത് കപ്പാസിറ്റി, അവരുടെ പൊട്ടൻഷ്യൽ എന്താണ് എന്ന് കണ്ടുപിടിച്ചിട്ട് അവരെ വളർത്തിക്കൊണ്ടുവന്ന് അവരെ ഒരു സുപ്രഭാതത്തിൽ നേരെ കൊണ്ടുവന്ന് സംസ്ഥാന തലത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല. പടിപടിയായിട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ നോക്കി വെച്ചിട്ട് മോഡി കണ്ടുപിടിച്ച ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മോഡിയുടെ മനസ്സ് അങ്ങർക്കും അറിയാം, അങ്ങരുടെ മനസ്സ് മോഡിക്കും അറിയാം. അപ്പോൾ അത് സിങ്കാവും. ജസ്റ്റ് ലൈക്ക് അടൽജി ആൻഡ് അഡ്വാനിജി. അവർക്ക് പ്രായം കൊണ്ട് 4-5 വയസ്സിൻ്റെ കുറവ് അഡ്വാനിജിക്ക് ഉണ്ടാവുള്ളൂ. അവരൊരുമിച്ച് താമസിച്ചിരുന്ന ഒരു കാലത്ത് ഒരു മുറി സ്ഥലത്ത് പാർട്ടി പ്രവർത്തനം ചെയ്താണ്. അഡൽജിയുടെ പ്രസ് സെക്രട്ടറി PA ആയിരുന്നു.
അപ്പോൾ പാർലമെൻറ്റിൽ അന്ന് പാർലമെൻറ്റിൽ 3 ആളാച്ചേ ഉള്ളൂ അടൽജി ഉൾപ്പെടെ ലോക്സഭയിൽ പ്രസംഗിക്കാനായിട്ട് പേപ്പർ കട്ടിങ് ശരിയാക്കി കൊടുക്കുക. ഇതൊക്കെ അഡ്വാൻജി ചെയ്തിരുന്ന ജോലിയാണ്. കുക്കിംഗ് അടൽജിയും ചെയ്യും, കാരണം അഡ്വാൻജിക്ക് കുക്കിംഗ് അറിയില്ല. അതിന് ഇവരിങ്ങനെ ഒരുമിച്ച് പ്രവർത്തിച്ച് പോകുന്നു. പ്രവർത്തിച്ചപ്പോൾ ഒരാളുടെ മനസ്സ് മറ്റേ ആൾക്കറിയാം, മറ്റാളുടെ മനസ്സ് ഈ ആൾക്കും അറിയാം. അപ്പോൾ അവർ നല്ലൊരു കോമ്പിനേഷനായി. BJPയുടെ വളർച്ചയ്ക്ക് കാരണക്കാരായ 2 പേര് ഇവരാണല്ലോ. അപ്പോൾ നല്ലൊരു കോമ്പിനേഷനായി. അപ്പോൾ അതൊരാൾ മറ്റാളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനമായ കാര്യങ്ങൾ. വീഴ്ചകളുണ്ടെങ്കിൽ പരസ്പരം തിരുത്തുക. അപ്പോൾ അത് സംഘടനാ പ്രവർത്തനത്തിൽ സാധിക്കും അങ്ങനെ സിങ്ക് ചെയ്യാനായിട്ട്. നമ്മൾ കാണുന്നത് മുഴുവൻ കുറച്ച് കഴിയുമ്പോഴേക്കും ബന്ധങ്ങൾ ഇല്ലാതെയായി പോകുന്ന സംഘടനാ പ്രവർത്തനമാണ്. അതെന്താണെന്ന് വെച്ചാൽ ഐഡിയോളജി ബേസ്ഡ് ആയിട്ടുള്ള സംഘടനാ പ്രവർത്തനം ആണെങ്കിൽ ഇത് സംഭവിക്കില്ല. ഇപ്പോൾ അടൽജിക്കും അഡ്വാനിജിക്കും മുന്നിലുണ്ടായിരുന്ന ഒരു ഐഡിയോളജി ബേസ്ഡ് പ്രസ്ഥാനമാണ്. ത്യാഗം ചെയ്ത ആളുകളെ കണ്ടു വളർന്നവരാണ്. അവരും സ്വയം ജീവിതത്തിലെ എല്ലാ സുഖസൗകര്യങ്ങളും ത്യജിച്ച ആൾക്കാരാണ്. അഡ്വാനിജിയൊക്കെ രാജസ്ഥാനിലെ സംഘപ്രചാരനായിരിക്കും 50 കിലോമീറ്ററൊക്കെ നടക്കേണ്ടി വരും. അതൊക്കെ ആകെ ഒരു ബസ്സേ ഉള്ളൂ, അത് പോയി ആ പരിപാടിക്ക് എത്തണമെങ്കിൽ അവിടെ എത്തണം. 50 കിലോമീറ്റർ നടന്നു സഞ്ജീവ് കൊളുത്തിട്ട്. അങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെ അവർക്ക് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. അപ്പോൾ അവർക്ക് മറ്റൊരാളെ അടിച്ചിരുത്തിയിട്ട് എനിക്ക് ആ സാധനം വേണമെന്നൊന്നും അവർക്കില്ല. ഇപ്പോൾ അടൽജി അഡ്വാനിയും തമ്മിലുള്ള മത്സരം തന്നെ എന്തായിരുന്നു? ആര് പ്രധാനമന്ത്രിയാണെന്ന്. അത് അടൽജി പറഞ്ഞു ഞാനാവില്ല താനാവും, അഡ്വാനിജി പറഞ്ഞു ഞാനല്ല അങ്ങാണ് ആവേണ്ടത് എന്ന് പറയുന്നു. അതായിരുന്നല്ലോ അവർ തമ്മിലുള്ള മത്സരം. അതെന്തുകൊണ്ട്? ഐഡിയോളജിക്ക് പ്രാമുഖ്യം കൊടുക്കുന്നു. നമ്മളിവിടെ കാണുന്ന അതല്ല. ഒപ്പം നടക്കുന്ന ആളും ഇയാളെങ്ങനെ പറ്റിയിട്ട് എനിക്ക് ആ സ്ഥാനത്തേക്ക് വരാമെന്ന് നമ്മൾ കാണുന്നത് കോൺഗ്രസ് പൊളിറ്റിക്സിലും ഇപ്പോൾ ഇവൻ CPM പൊളിറ്റിക്സിൽ പോലും അതുണ്ടെന്നാണല്ലോ നമ്മളിപ്പോൾ പുറത്ത് വരുന്നത്. ഇപ്പോൾ BJP പൊളിറ്റിക്സിൽ അങ്ങനെ ഇല്ലാത്തതിൻ്റെ കാരണം അതാണ്. ഐഡിയോളജിയോട് കമ്മിറ്റഡാണ്. ഇപ്പോൾ മോഡിജിക്കും ഐഡിയോളജിയുടെ അല്ലേ കമ്മിറ്റ്മെൻ്റ് ഉള്ളൂ. അദ്ദേഹത്തിന് വ്യക്തികളോടോ അല്ലെങ്കിൽ വേറെ സ്വന്തം സ്ഥാനത്തിനോടോ ഒന്നുമില്ലല്ലോ. അദ്ദേഹം ഈ സാധനം ഒന്നും മോഹിച്ചതെന്ന ആളല്ല. അതല്ലേ എന്താണ് അസംബ്ലിയിൽ നടക്കുക എന്നറിയാൻ വേണ്ടി ഒരു വിസിറ്റേഴ്സ് ഗാലറി പോയി ഇരിക്കാൻ പോലും തോന്നായിരുന്നത് എന്താ? അദ്ദേഹത്തിന് ആ സംഗതികളൊന്നുമില്ല. ഇന്നും അദ്ദേഹം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? എന്നാൽ സ്ഥാനമൊക്കെ കിട്ടി. ഇന്നും കാര്യമായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാമെന്നല്ലല്ലോ. രാത്രി 11 വരെ വർക്ക് ചെയ്യുന്നു, വെളുപ്പിന് 4 മണിക്ക് എഴുന്നേൽക്കുന്നു, യോഗയും എല്ലാം കഴിഞ്ഞാൽ വീണ്ടും ഫയലുകൾ വീട്ടിൽ നോക്കുന്നു, ഒരാളുടെ സഹായമില്ലാതെ. അദ്ദേഹത്തിന് പലതിനും സഹായിയുടെ ആവശ്യമില്ല, സ്വയം ചെയ്യാൻ അറിയാം. പിന്നെ അത് കഴിഞ്ഞ് ഡൽഹിയിലുണ്ടെങ്കിൽ ഓഫീസിൽ പോയിരിക്കും. മറ്റ് പ്രധാനമന്ത്രിമാർ പലരും എല്ലാ ദിവസവും ഓഫീസിൽ പോയിരുന്നവരല്ല. ചില ദിവസങ്ങളിൽ ബാക്കി ദിവസം അവർ ഫയലൊക്കെ ഉണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യാം വീട്ടിലിരുന്നാലും. പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്തു? ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ആ ഓഫീസ് നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുമെന്ന് ചിന്തിച്ചു. അതുതന്നെയാണ് അമിത്ഷാ റെസ്റ്റ് ഇല്ലാതെ ഓടി നടക്കുന്നു. അതുപോലെ ഇവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ഓരോ കാര്യം, ഓരോ ദിവസം നടക്കുന്ന ഡെവലപ്മെൻറ്റ്സ്. അതിപ്പോൾ എല്ലാവരും ഉണ്ട്. ഇപ്പോൾ നിതിൻ ഗഡ്കരി, രാജ്നാഥ് സിംഗ്ജിയും നിർമ്മല സീതാരാമൻ അവരെല്ലാവരും അങ്ങനെ തന്നെ. പക്ഷേ ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ കുറച്ചൊരു ശ്രീരാമ ലക്ഷ്മണ ബന്ധം പോലത്തെ ഒരു അടൽജിയും അഡ്വാനിജിയും പോലെ ഉണ്ടായിട്ടൊരു കോമ്പിനേഷൻ ഉടലെടുത്തു. അത് സംഘടനയ്ക്കും രാജ്യത്തിനും സമൂഹത്തിനും നന്നായിട്ട് ഭവിച്ചു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവ് പോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, 4 N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.